ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശൗര്യജ്ഞത്തിന്റെ 280 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീ ശിവപ്രസാദ് PS കാസർഗോഡാണ്. നമുക്ക് വേണ്ടി വായിക്കുന്നതും അനുഭവം പറയുന്നതും ഗോകുൽ സായി കാസർഗോഡാണ്. ഭജന പാടുന്നത് ഇന്ദുലേഖയാണ് അല്ലെ? ഇന്ദുലേഖയാണ്. അപ്പൊ ഗോകുൽ, സായിരാം. 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 ഒരു കാര്യം ചെയ്യും മോനെ, 3 പ്രാവശ്യം ഓങ്കാരം പറഞ്ഞ് 3 പ്രാവശ്യം സായി ഗായത്രി പറഞ്ഞിട്ട് തുടങ്ങിക്കോളൂ. വീഡിയോ ഓൺ ചെയ്തോളൂ. വീഡിയോ ഓൺ ചെയ്ത് 3 പ്രാവശ്യം സായി ഓങ്കാരം 3 സായി ഗായത്രി പറഞ്ഞിട്ട് വായിച്ചു തുടങ്ങിക്കോളൂ. എന്റെ ക്യാമറ ചെറിയതാണ്, ഞാൻ പറഞ്ഞാ മതിയോ? ഇത് എന്തോ ക്യാമറ ചെറിയ പ്രോബ്ലം ഉണ്ട്, ഞാൻ വോയിസ്. ഓക്കെ, അപ്പൊ വീഡിയോ ഓൺ ചെയ്യണ്ട, ഓഡിയോ മതി, പറഞ്ഞോളൂ. ഈശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്ന സർവ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്ന സർവ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്ന സർവ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ സായിരാം. സ്വാമിയുടെ ധർമ്മവാഹിനിയിലെ ഒരു ഭാഗമാണ് വായിക്കാൻ പോകുന്നത്. മനുഷ്യൻ തന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ലോകശാന്തിക്കും തന്നെ തന്നെ ധർമ്മമായി സമർപ്പിക്കുകയും സദാചാര നിരാതനായി ജീവിക്കുകയും വേണം. സ്വാമിയുടെ ജീവിതത്തിൽ ധാർമ്മിക ജീവിതം കൊണ്ടല്ലാതെ മറ്റൊരു വഴിയിൽ കൂടി മനുഷ്യ ശാന്തി കൈവരിക്കാനോ ഈശ്വരകാരുണ്യം ലഭിക്കാനോ സാധ്യമല്ല. ധർമ്മമാണ് മനുഷ്യജനയുടെ അടിത്തറ. അത് ശാശ്വതവും സ്ഥിരവുമായ സത്യമാണ്. ധർമ്മം മനുഷ്യജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയിരിക്കുമ്പോൾ ലോകം ഭയശങ്കകളാൽ പീഡിപ്പിക്കപ്പെട്ട് ഭയങ്കര വിപ്ലവങ്ങൾക്ക് കാരണമായി തീരുന്നു. ധർമ്മ തേജസ് മനുഷ്യരുടെ അന്യോന്യ ബന്ധങ്ങളിൽ തിളങ്ങാതിരിക്കുമ്പോൾ മനുഷ്യൻ ദുഃഖകരമായ ആണ്ടുകളിലേക്ക് ആണ്ടുപോകുന്നു. ഈശ്വര ധർമ്മസ്വരൂപമാണ്. ധർമ്മം കൊണ്ടാണ് ഈശ്വരൻ കാരുണ്യം സമ്പാദിക്കുന്നത്. അദ്ദേഹം സദാ ധർമ്മപോഷണം ചെയ്യുമ്പോൾ ധർമ്മത്തെ നിലനിർത്തുകയും ചെയ്യുന്നു. അദ്ദേഹം ധർമ്മം തന്നെ. വേദശാസ്ത്ര പുരാണ ഇതിഹാസങ്ങളിൽ ധർമ്മമഹാമത്തെ അദ്വിതീയത്തിൽ ഘോഷിപ്പിക്കുന്നുണ്ട്. വിവിധ മതഗ്രന്ഥങ്ങളിൽ ഓരോ മതവിശ്വാസങ്ങളിലും പരിചയമുള്ള ഭാഷയിൽ ധർമ്മം വിശദീകരിക്കപ്പെട്ടിട്ടുമുണ്ട്. ധർമ്മത്തിന്റെ മൂർത്തീകരണമായ ധർമ്മനാരായണനെ എല്ലായ്പ്പോഴും സേവിക്കേണ്ടത് സ്ഥലകാലമന്യേ ഓരോരുത്തരുടെയും ചുമതലയാണ്. ധാർമ്മിക കർത്തവ്യങ്ങളായ നദി ഒരിക്കലും വറ്റുകയില്ല. അതിന്റെ ശീതജലം ഒഴുകുന്നത് നിന്നാണ് നാശം നിശ്ചയം. ധർമ്മ സരസ്വതി പോലെയാണ് വേരുകളിലൂടെ പോഷിപ്പിച്ച് ഉറവകളായി നിറഞ്ഞ് ഭൂമിയെ അടിയിൽ കൂടി ദൃഷ്ടിഗോചരങ്ങളായി ഒഴുകുന്നത് കൊണ്ട് മാത്രമാണ് മനുഷ്യ ജനത എന്നീ സ്ഥിതിയിൽ ജീവിക്കുന്നത്. മനുഷ്യൻ മാത്രമല്ല, പക്ഷി മൃഗാദികൾ കൂടി അവയ്ക്ക് സുഖസൗകര്യങ്ങളോടെ ജീവിക്കാൻ ധർമ്മത്തിനൊത്തു പോകണം. അതുകൊണ്ട് ലോകം സർവസുഖവും അനുഭവിക്കുന്നു. പൂർണ്ണമായും ഒഴുകിക്കൊണ്ട് ഇപ്പോഴും ലോകത്തിലെ അപകടം നൃത്തമാടുന്നു. അതെന്തുകൊണ്ട്? സത്യം തന്നെ അവഗണിച്ചുകൊണ്ട് ധാർമ്മിക ജീവിതത്തിനുള്ള സരത്വങ്ങളിൽ വിശ്വാസം കുറഞ്ഞതുകൊണ്ട് തന്നെ. അതിനാൽ മനുഷ്യൻ ധർമ്മത്തെ ശരിയായി ഗ്രഹിക്കണം. ധർമ്മം എന്നാൽ എന്ത്? ഒരു
ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ സന്തോഷകരമായ ജീവിതം നയിക്കാൻ കഴിയുമോ? ഈ വക സംശയങ്ങൾ മനുഷ്യന്റെ മനസ്സിൽ അയാളുടെ ജീവിതയാത്രയിൽ ഭ്രമിപ്പിക്കുന്നു. ഒരു സമാധാനം കണ്ടുപിടിക്കേണ്ടത് ആവശ്യമാണ്, മാത്രമല്ല അടിയന്തരവും കൂടിയാണ്. ധർമ്മം എന്ന് പറഞ്ഞാൽ ഉടനെ ഒരു സാധാരണക്കാരൻ മനസ്സിലാക്കുന്നത് ഇപ്രകാരമാണ്: ഭിക്ഷ കൊടുക്കുക, സാധുക്കൾക്ക് ഭക്ഷണവും താമസവും കൊടുക്കുക, ഒരാളുടെ പരമ്പരാഗതമായ തൊഴിൽ തുടരുക, നിയമാനുസൃതമായി ജീവിക്കുക, ശരിയും തെറ്റും വേർതിരിച്ചറിയുക, ഒരാളുടെ അന്തർപ്രകൃതീകരണം അനുസരിച്ച് മനസ്സിൽ അപ്പോഴപ്പോൾ തോന്നുന്നത് മാതിരിയോടുകൂടി ജീവിക്കുക, തന്നിഷ്ടപ്പെട്ട ആഗ്രഹങ്ങൾ സാധിക്കുക എന്നിവയാണ് അല്ലേ? വാസ്തവത്തിൽ നിർമ്മലമായ ധർമ്മസ്വരൂപത്തെ തിരിച്ചറിയാൻ വയ്യാത്ത വിധത്തിൽ കളങ്കപ്പെട്ടിട്ടുണ്ട് ഈ കാലം. വളരെ അധികമാണ്. സുന്ദരമായ വയലുകളും തോപ്പുകളും ഉദാസീനത കൊണ്ട് ശ്രദ്ധിക്കാതെ അഭിജ്ഞമായും അല്ലാത്തയും തരത്തിൽ ചുള്ളികളും മുള്ളുകളും നിറഞ്ഞ് കാടായി തീരുന്നു. ദുരാഗ്രഹങ്ങളാൽ മനുഷ്യൻ നല്ല വൃക്ഷങ്ങളെല്ലാം വെട്ടിമുറിച്ച് ഭൂപ്രകൃതിയെ മാറ്റുന്നു. കാലം പോകുന്നതോടെ ഇപ്രകാരമുള്ള മാറ്റങ്ങളോട് ജനങ്ങൾ ഇണങ്ങിച്ചേരുന്നത് കൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രൂപാന്തരങ്ങളും നാശങ്ങളും നാം അറിയുന്നില്ല. ധർമ്മത്തിനും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അനുഭവം പറഞ്ഞോളൂ. സ്വാമി അടുത്ത് വന്നതും ബാലവികാസില് ചേർന്നതും അങ്ങനെ വീട്ടിലെ അമ്മ ബാലവികാസം എടുക്കുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ടല്ലോ, ഒന്നൊന്നായിട്ട് പറഞ്ഞോളൂ. ഒരു തവണ ഒന്ന് ഓൺ ചെയ്യൂ, ഒന്ന് പടം ഒന്ന് റെക്കോർഡ് ആവാൻ, അത് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്തോളൂ. ഒരു നിമിഷം വത്സമം. ഗോകുൽ, ശരി ഗോകുൽ. അതിന് പ്രശ്നം ഉണ്ടെങ്കിൽ ഓഫ് ചെയ്യണ്ട, പ്രശ്നം ഉണ്ടെങ്കിൽ ഓഫ് ചെയ്തോളൂ, ഇല്ലെങ്കിൽ പറഞ്ഞോളൂ. സായിരാം, പറഞ്ഞോളൂ. എൻ്റെ അച്ഛനും അമ്മയും ഒരു സായി ഡിവോട്ടീസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ചെറുപ്പം മുതൽ തന്നെ സ്വാമിയെ അറിയാം. പല പല പരിപാടികളിൽ ഞാൻ ചെറുപ്പം മുതലേ പങ്കെടുത്തിട്ടുണ്ട്. കൂടാതെ എൻ്റെ അച്ഛൻ്റെ കൂടെ ഒരുപാട് ഭജന പരിപാടികൾക്ക് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. 3rd ഗ്രൂപ്പ് പാസ്സായ ഒരു വിദ്യാർത്ഥിയാണ്. തുടർച്ചയായ 2-3 ഭക്തി യാത്രകൾ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ അമ്മയ്ക്ക് പറ്റാത്ത സമയങ്ങളിൽ ഞാൻ ബാലവികാസം എടുത്തിട്ടുണ്ട്. ഈ ആദ്യമേ ഞാൻ ബാലവികാസം എടുത്തിട്ടാകുമ്പോഴാണ് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവം ഉണ്ടായത്. അതായത് ഒരു ദിവസം അമ്മയ്ക്ക് ബാലവികാസ് ക്ലാസ് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ഞാൻ ക്ലാസ് എടുക്കാൻ പോയി. ആദ്യമായിട്ട് 5 കുട്ടികളുണ്ടെന്നാണ് അമ്മ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പ്രസാദമല്ലാതെ ഒരു 5 ചോക്ലേറ്റ് ഞാൻ വാങ്ങി കൊണ്ടുപോയി. അങ്ങനെ പോയി ബാലവികാസ് തുടങ്ങി. കുറച്ച് നേരമാകുമ്പോൾ അപ്രസീതമായ ഒരു കുട്ടി പെട്ടെന്ന് കടന്നു വന്നു, ഒരു 6ാമതൊരു കുട്ടി. ഞാൻ പെട്ടെന്ന് വിഷമിച്ചു പോയി. സത്യം പറഞ്ഞാല് 5 ചോക്ലേറ്റ് എൻ്റെ കയ്യിലുള്ളൂ. അപ്പൊ ഒരു കുട്ടിയും കൂടി വന്നിട്ടാകുമ്പോ ആ കുട്ടിക്ക് എങ്ങനെയാ കൊടുക്കുക എന്നൊരു എന്താ പറയാ, ഒരു സങ്കടം എനിക്ക് സത്യം പറഞ്ഞാൽ വന്നു. പിന്നെ ഞാൻ എന്താ ചെയ്യാന്നറിയില്ല. അവസാനം ഞാൻ ക്ലാസ് കൊണ്ടുപോയി. ക്ലാസ് കുറച്ചായി. അവസാനം ഭജന കഴിഞ്ഞ് പ്രസാദം കൊടുക്കുമ്പോൾ ഓരോരുത്തർക്കും കൊടുക്കുമ്പോൾ എന്താണല്ല, എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. 6 മുട്ടായി അവിടെ ഉണ്ടായി. സത്യം പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അത് 5 ചോക്ലേറ്റ് ഞാൻ എടുത്തു വെക്കുന്നത് ആ കുട്ടികളും ഞാനും കണ്ടാണ്. അത്രയും പെട്ടെന്ന് ഞാൻ പ്രസാദം എല്ലാവർക്കും ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് 6 ചോക്ലേറ്റ് വന്നു. അത് എനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായത് ഞാൻ പറഞ്ഞു. സായിരാം, ഇതാണ് മറക്കാൻ പറ്റാത്ത എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്. ഓക്കെ, സായിരാം.
ഇവിടെ ആർക്കെങ്കിലും അനുഭവം പറയാൻ ആഗ്രഹമുണ്ടോ, ഇഷ്ടമുണ്ടോ? ശ്യാമള എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. സേവയുടെ അനുഭവം വല്ല ഓർമ്മ വരുന്നുണ്ടോ? ആന്റി, സമയമുണ്ട് ഞാൻ പറയാം ആന്റി, എനിക്കൊരു അനുഭവം, എന്റെ ഒരനുഭവം പറയാം. വീഡിയോ ഓൺ ചെയ്തോളൂ, വീഡിയോ ഓൺ ചെയ്തോളൂ. ഓക്കെ 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 സാർ. വീഡിയോ സൈറാം, കുറച്ച് പൊങ്ങിയിരിക്കണേ, പൊങ്ങിയിരിക്കെ. ഓക്കെ, പറഞ്ഞോളൂ. കാണാമോ? സൈറാം, ഞാനൊരു 84, 85 സമയത്താണ് ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓഫീസിലുള്ള ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ശ്യാമള തൈറോയിഡ് ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് തൈറോയിഡ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തൈറോയിഡ് ഉണ്ടോന്നുള്ളത് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ അത് തർക്കിച്ചിട്ട് പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു പോയി കണ്ണാടി നോക്ക്, അപ്പൊ അറിയാലോ, കഴുത്തിൽ നല്ല പോലെ മഴച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്നു നോക്കി. ഞാൻ ഈ വലിയ ഒരുക്കമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മിക്കവാറും കണ്ണാടി നോക്കാറില്ല, അതാണ് സത്യം. ആരും അതിട്ട് ശ്രദ്ധിച്ചിട്ടുമില്ല. ഞാൻ എണീറ്റ് കാലത്തെ കുളിച്ചു, എന്റെ കാര്യങ്ങൾ കഴിഞ്ഞു, അമ്പലത്തിൽ പോയി വിളക്ക് കത്തിച്ചു, ഞാനങ്ങ് ഓഫീസിൽ പോകും, അതാ രീതി. അപ്പം ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ വീട്ടിൽ വന്ന് ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു. ചേട്ടൻ പറഞ്ഞു പറഞ്ഞത് ചിലപ്പോൾ ശരിയായിരിക്കും, ഒരു വ്യത്യാസം എനിക്കും തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, RCC തന്നെ പോയി. ആദ്യമേ RCC തന്നെ പോയി. അപ്പൊ RCC പോകുമ്പോൾ പലർക്കും പേടിയാ, പക്ഷെ ഞാൻ അങ്ങനെ, എനിക്ക് പേടിയൊന്നും തോന്നിയിട്ടില്ല. ഞാൻ RCC തന്നെ പോയി ടെസ്റ്റ് ചെയ്തു. അവര് ഫ്ലൂയിഡ് എടുത്ത് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അതിന്റെ റിസൾട്ട് വന്നിട്ട് പറയാം എന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെന്നപ്പോൾ മരുന്നിനെ കുറിച്ച് തന്നു. വേറെ കുഴപ്പമൊന്നുമില്ല, തൈറോയിഡിൻ്റെതേ ഉള്ളൂ എന്ന് പറഞ്ഞ് തൈറോക്സിൻ 100 കുറിച്ച് തന്നു. ഞങ്ങൾ അതുകൊണ്ട് വെളിയിൽ ഇറങ്ങിയപ്പോൾ ചേട്ടൻ മരുന്ന് വാങ്ങിക്കാന്ന് പിന്നെ പറഞ്ഞു വേണ്ട, നമുക്ക് കുറച്ച് കഴിയട്ടെ, മരുന്ന് പിന്നെ വാങ്ങിക്കാൻ ചേട്ടാന്ന് പറഞ്ഞു. എന്നിട്ട് വീട്ടിൽ വന്നു. ഞാൻ രാത്രി കിടക്കുമ്പോൾ എല്ലാ ദിവസവും വിഭൂതി എടുത്ത് കഴുത്തിൽ നന്നായിട്ട് പുരട്ടിയിട്ട് കിടക്കുമായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാവൂ ഈ കാര്യം, വേറെ ആർക്കും അറിയത്തില്ല. മോക്കറിയാം, വേറെ ആർക്കും അറിയത്തില്ല. അപ്പം മോളൊന്ന് കൊച്ചാ, അവക്ക് അത്രയ്ക്ക് അറിയാറായിട്ടില്ല, എന്നാലും അവക്കും അറിയാം. അങ്ങനെ പുരട്ടിയിട്ട് കിടക്കും. 1 മാസം കഴിഞ്ഞ് ചെക്കപ്പിന് ചെല്ലണമെന്ന് പറഞ്ഞു. മരുന്ന് കഴിച്ചിട്ട് പോയി ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഞങ്ങൾ കറക്റ്റായിട്ട് 1 മാസം ഇങ്ങനെ തുടർന്നു, എല്ലാ ദിവസവും ചെയ്യും. എന്നിട്ട് ടെസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി മരുന്ന് നിർത്തിക്കോളൂ, വേറെ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതെനിക്കൊരു വലിയ ഒരു ഇതായിരുന്നു ആ സമയത്ത്. അതുവരെ ഞാൻ ഓഫീസിലുള്ളവരെയൊക്കെ ഇതിനു വേണ്ടി കളിയാക്കിയിട്ടുണ്ട്. സ്വാമിയുടെ പടമൊക്കെ കൊണ്ടുവരുമ്പം പലരോടും ഞാൻ ആക്ഷേപിച്ച് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയൊന്നും എനിക്ക് വിശ്വാസമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് കിട്ടിയ വിഭൂതി ആരോ എനിക്ക് തന്ന വിഭൂതിയായിരുന്നു. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ പോയിട്ടൊന്നും ഇല്ല. സ്വാമിയെ കുറിച്ച് അധികം അറിയത്തുമില്ല. ആ സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു വലിയ അനുഭവം ഉണ്ടായി. പിന്നെ എനിക്ക് ഇതുവരെയും തൈറോയിഡ് വന്നിട്ടില്ല, തൈറോയിഡ് ഒരു പ്രശ്നമില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെക്ക് ചെയ്യാറുണ്ട്, ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. സായിരാം. താങ്ക് യു ശ്യാമള. അപ്പൊ ശിവ, നമുക്ക് ഭഗവാന്റെ വെക്കാം. സായിരാൻഡി. రోమన్ దేశంలో క్రిస్టియన్ మతం అనేటువంటి ఒక ప్రభుత్వం ప్రారంభమైన తర్వాత రోమన్ జనులందరూ కూడాను మానవత్వాన్ని పర్సోనా అని పిలుస్తూ వచ్చారు. When Christianity became popular in Rome, people began calling human beings as persona. పర్సోనా అనగా దివి నుండి భూమికి దిగినటువంటి యొక్క దివ్యత్వాన్ని పర్సోనా అని పిలుస్తూ వచ్చారు. Persona means the one which has descended from the transcendental heavens into this world on earth. అనగా ప్రతి మానవుని యందు కూడాను ఈ దివ్యత్వం ఉన్నదే కనుకనే
దీనికి పర్సోనా అన్నారు. As divinity is inherent in every human being, a human being is called persona. ఈ రోమన్ భాషలో ఉండేటువంటి పర్సోనా పదమే ఆంగ్ల భాష లోపల పర్సన్ అనేటువంటి రీతిగా రూపొందింది. The word in Roman persona has become person in English. ఈ పర్సన్ అనేటువంటి యొక్క ఆంగ్ల పదమునే సంస్కృతం నందు కానీ, హిందీ నందు కానీ, తెలుగు నందు కానీ పౌరషత్వము అన్నారు. The same persona of person in English has become paurushatvam. అనగా వ్యక్తిత్వాన్ని నిరూపిస్తూ వచ్చింది. That means it proves the personality. వ్యక్తిత్వం అనగా ఏమిటి? What do you mean by personality? కేవలం ఆకారం నుంచి వ్యక్తిత్వం అని పిలుచుటకు వీలు కాదు. You cannot decide personality on the basis of physical appearance. మానవుని యందు గోప్యంగా నిగూఢంగా ఉండినటువంటి యొక్క దివ్యత్వాన్ని తాను వెలువచ్చటం చేతనే అతనికి పర్సన్ అని పేరు వచ్చింది. The name person has been given to human being because he can manifest the hidden and the inherent divinity in him. తన యందు ఉన్నటువంటి యొక్క దివ్యత్వాన్ని వ్యక్తీకరింప చేసినప్పుడే వ్యక్తి అని కూడా పిలిచవస్తుంది. Only when you allow the hidden individuality and the divinity to manifest itself outside, you can call him a man. സായിരാം, ഇന്ദുലേഖ പാടിക്കോളൂ. സായിരാം, കേൾക്കുന്നുണ്ടോ? മോള് പാടിക്കോ. ഹലോ, ഓഡിയോ കേൾക്കുന്നുണ്ട്. ഓക്കെ. വീഡിയോ ഓൺ ചെയ്യാമെങ്കിൽ ഓൺ ചെയ്യൂ. ആ. സായിരാം. गिरिधर गोविंद गोपाल घनश्याम नंद लाला, गिरिधर गोविंद गोपाल घनश्याम नंद लाला, मनमोहना मधुसूदना हे माधवा, गिरिधर गोविंद गोपाल घनश्याम नंद लाला, दामोदरा जनार्दना मुरलीधरा मनमोहना, दामोदरा जनार्दना मुरलीधरा मनमोहना, नमो साई नारायणाय, नमो सत्य नारायणाय, 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 गिरिधर गोविंद गोपाल घनश्याम नंद लाला. സായിരാം. സായിരാം, മനോഹരമായിട്ട് പാടി മോളെ. സായിരാം. അപ്പൊ ഇനിയുണ്ട് കുറച്ച് സമയം, അതുകൊണ്ട് സ്വാമി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പറയാം. അതായത് ഭഗവാൻ പറയാണ്, ഈ പ്രശാന്തി നിലയം എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു ആശ്രമമാണോ? അല്ല. ഇവിടെ സന്യാസിമാരുണ്ടോ? ഇല്ല. ഇതൊരു അമ്പലമാണോ? അല്ല. ഇവിടെ പൂജാവിധികൾ അനുസരിച്ച്, അതായത് തന്ത്രയന്ത്ര വിധികൾ അനുസരിച്ചുള്ള പൂജകളൊന്നും നടക്കുന്നില്ല. അപ്പൊ ഇതിനെ ഒരു ക്ഷേത്രം എന്ന് പറയാൻ പാടില്ല. പിന്നെ ഇത് എന്താണ്? ഇത് പ്രശാന്തി നിലയമാണ്. നിലയം എന്ന് വെച്ചാൽ ആവാസസ്ഥാനം.
പ്രശാന്തി എന്ന് വെച്ചാൽ പരമമായ ശാന്തി. പരമമായ ശാന്തിയുടെ ആവാസ സ്ഥാനമാണ് പ്രശാന്തി നിലയം. ഇവിടെയുള്ള ആളാരാണ്? ഇവിടെയുള്ള ആള് ശിവശക്തി സ്വരൂപനായ ഭഗവാനാണ്. അല്ലാതെ ഒരു സന്യാസിയോ ആശ്രമത്തിൽ ഒരു മഠം സ്ഥാപിച്ചുകൊണ്ട് പിന്നെ ഓരോരുത്തർ പുറകെ പിന്നെ ശിഷ്യന്മാരെ മഠാധിപതരാക്കുന്ന ഒരു സമ്പ്രദായം ഇവിടെ ഇല്ല. ഇവിടെ വരുന്ന എല്ലാവരും സേവകരാണ്. ആരും പിന്നെ വേറെ ഒന്നുമല്ല പറയുക, സായി സേവകർ. സ്വാമിയുടെ സേവനത്തിന്, അതായത് സ്വാമിയുടെ പിന്നെ സേവാദളിന് പറയുന്ന പേരെന്താണെന്ന് അറിയാമോ? ലവ് ആർമി. സായിസ് ലവ് ആർമി, സ്വാമിയുടെ പ്രേമസേന എന്നാണ് സേവാദളിന് ഭഗവാൻ നൽകിയിരിക്കുന്ന പേര്. ഭഗവാൻ പറയാണ് അതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ പ്രശാന്ത നിലയത്തിൽ താമസിക്കണമെന്ന് ആഗ്രഹമുള്ളവർ 4 കാര്യങ്ങളിലുള്ള ഒരു പരീക്ഷ പാസ്സാവണം. ഒരു പരീക്ഷ പാസ്സാവുന്നവർക്കാണ് പ്രശാന്ത നിലയത്തിൽ താമസിക്കാനുള്ള അവസരം കിട്ടുക. എന്താണ് പരീക്ഷയുടെ സബ്ജക്ട്സ്? വിഷയങ്ങൾ വേണമല്ലോ പരീക്ഷയ്ക്ക്. എന്തൊക്കെയാണ് വിഷയങ്ങൾ എന്നറിയാമോ? സ്വാമി പറയാണ് മൈത്രി. മൈത്രി എന്ന് പറയുമ്പോൾ നമ്മുടെ മൈത്രി എന്ന് ഇംഗ്ലീഷ് പറയാം അല്ലേ? ഇംഗ്ലീഷ് മൈത്രി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ 3 ഗുണങ്ങൾ, നമ്മുടെ തൃത്വമുള്ള എല്ലാ കാര്യങ്ങളും, നമ്മുടെ 3 അവസ്ഥകൾ, അതായത് പിന്നെ ബാല്യം, കൗമാരം, യൗവനം, അങ്ങനെയുള്ള അവസ്ഥകൾ, നമ്മുടെ 3 ജാഗ്രത, സുഷുപ്തി, നമ്മുടെ ഉണർന്നിരിക്കുന്ന അവസ്ഥ, സ്വപ്നാവസ്ഥ, പിന്നെ സുഷുപ്തി അവസ്ഥ, അങ്ങനെ ഏതൊക്കെ കാര്യങ്ങൾ നമുക്ക് ത്രിഗുണങ്ങൾ, സത്വം, രജസ്, തമസ്, ഇങ്ങനെ നമുക്ക് ഏതൊക്കെ കാര്യങ്ങൾ 3 വരുന്നുണ്ടോ അതിനൊക്കെ നമുക്ക് മൈത്രി എന്ന് ഇംഗ്ലീഷിൽ പറയാം. അതേ സമയത്ത് സംസ്കൃത പദമായ മൈത്രിയുടെ അർത്ഥം എന്താണ്? അദ്വേഷ്ട സർവഭൂതാനം മൈത്രകരുണ ഏവച എന്നാണ് ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞത്. മൈത്രി എന്ന് വെച്ചാല് സകല ചരാചരങ്ങളോടും സൗഹൃദമുണ്ടാവണം, എല്ലാവരോടും സുഹൃത് ഭാവം ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടൊരു കഥ പറയാം. ശ്രീരാമകൃഷ്ണദേവന്റെ ഒരു ദിവസം ഭഗവാൻ ഒരു കഥ പറഞ്ഞു. ഒരു ഗുരു പറഞ്ഞു, എല്ലാവരും ഈശ്വരനാണ്, എല്ലാവരെയും നിങ്ങൾ ഈശ്വരനായിട്ട് കാണണം എന്ന് ശിഷ്യന്മാരെ ഉപദേശിച്ചു. അത് കേട്ട് ശിഷ്യന്മാര് പോയി. അങ്ങനെ പോയപ്പോഴത്തേക്കും ഒരു ശിഷ്യൻ കാട്ടിൽ കൂടെ പോകുമ്പോഴത്തേക്കും ഒരാന വരണ്ട് ഇളകി മറിഞ്ഞ് ഓടി വരികയാണ് അയാളുടെ അടുത്തേക്ക്. മുകളിലെ പാപ്പാൻ ഇരിപ്പുണ്ട്, പാപ്പാനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അപ്പൊ പാപ്പാൻ പറഞ്ഞു, മാറിക്കോളൂ, ആന ഇടഞ്ഞു നിൽക്കുകയാണ്, വേഗം മാറൂ എന്ന് പറയുന്നുണ്ട്. ഇയാള് വിചാരിച്ചു എന്റെ ഗുരു എന്താ പറഞ്ഞത്, എല്ലാം ഈശ്വരനാണെന്ന്. അപ്പൊ ആനയിലും ഈശ്വരനുണ്ട്, ഞാൻ മാറില്ല, ഈശ്വരൻ എന്നെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് നേരെ ആനയുടെ മുന്നിൽ ചെന്ന് കൊടുത്തു. ആന തുമ്പിക്കൈകൊണ്ട് തൂക്കിയെടുത്തൊരു ഏറും കൊടുത്തു. മനസ്സിലായില്ലേ? അവിടെ കടന്നു. കുറേ നേരമായിട്ട് ഇയാൾ തിരിച്ചു വരാത്തോണ്ട് ഗുരു പറഞ്ഞു, എന്ത് പറ്റി അയാൾക്ക്, നമുക്കൊന്ന് അന്വേഷിച്ചു പോകാം. പിന്നെ കാട്ടിന്റെ വഴിയിൽ കൂടെയാണ് പോയതെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ പോയി നോക്കിയപ്പോ എന്താ, എല്ലൊക്കെ നുറുങ്ങി അവിടെ കിടക്കുകയാണ്. അപ്പൊ പറഞ്ഞു, ഗുരു പറഞ്ഞത് അനുസരിച്ചുകൊണ്ടാണ് എനിക്ക് ഈ ഗതി വന്നത്. അപ്പൊ പറഞ്ഞു, ഞാൻ എന്ത് പറഞ്ഞു, നീ എന്തനുസരിച്ചു? ഗുരു പറഞ്ഞില്ലേ എല്ലാവരും ഈശ്വരനാണ്, അതുകൊണ്ട് എല്ലാവരോടും നല്ല സൗഹൃദത്തോടെ പെരുമാറണം. ഞാൻ ആനയോട് സൗഹൃദത്തോടെ പെരുമാറിയപ്പോ ആന എന്നെ ഇങ്ങനെയാണ് ചെയ്തത്, ആന ഈശ്വരൻ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ ഗുരു പറഞ്ഞു, അവിടെ അതിന്റെ മുകളിൽ ഒരു പാപ്പാൻ ഉണ്ടായിരുന്നില്ലേ, പാപ്പാൻ എന്നോട് എന്താണ് പറഞ്ഞത്, മാറിപ്പോകൂ. പാപ്പാൻ ഈശ്വരൻ പറഞ്ഞത് നീ എന്തേ കേട്ടില്ല? എന്തുകൊണ്ട് കേട്ടില്ല? പാപ്പാൻ ഈശ്വരൻ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ആന ഈശ്വരൻ എന്നെ ഉപദ്രവിക്കുമായിരുന്നോ? ഇല്ലല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാല്, നമ്മള് മൈത്രി, എല്ലാവരോടും സുഹൃത്തും, എല്ലാവരെയും പോയി സൗഹൃദത്തോടെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് പെരുമാറുന്നല്ല അതിന്റെ അർത്ഥം. നമ്മുടെ വിവേചന ശക്തി ഉപയോഗിച്ചുകൊണ്ട് ആരൊക്കെയാണോ നമുക്ക് സുഹൃത്തുക്കളാവാൻ പാടുള്ളത് അവരെയുള്ള മാത്രമേ സ്വീകരിക്കാൻ പാടൂ. കാരണം സ്വാമി പറഞ്ഞിട്ടുണ്ട്, ബി കെയർഫുൾ, ഓൾവേസ് ബി കെയർഫുൾ, അവോയ്ഡ് ബാഡ് കമ്പനി. ബാഡ് കമ്പനി ഉള്ളത്, അതായത് ദുസ്വഭാവമുള്ള ആൾക്കാർക്ക് മൈത്രി നമുക്ക് വേണ്ട. അങ്ങനെയുള്ള വിവേചന ശക്തിയോടുകൂടി ആരൊക്കെ പെരുമാറുന്നു അതാണ് ആ പരീക്ഷയുടെ ആദ്യത്തെ ടെസ്റ്റ്. അതിൽ നിങ്ങൾ വിജയിക്കണം. അത് കഴിയുമ്പോൾ ഭഗവാൻ പറയാണ് കരുണ. നമ്മുടെ മനസ്സിൽ എപ്പോഴും കാരുണ്യഭാവം ഉണ്ടാകണം.
കരുണ എന്ന് വെച്ചാൽ സഹതാപമല്ല. സഹതപിക്കുന്ന ആരാണ്? ഭഗവാനാണ് നമ്മളോട് സഹതപിക്കുന്നത്. ഭഗവാൻ നമ്മളെക്കാൾ എത്ര ഉയർന്ന ആള്. അച്ഛനമ്മമാർക്ക് നമ്മളോട് സഹതപിക്കാം, പക്ഷേ ഈ നമ്മൾ ആരോട് സഹതപിക്കാൻ പാടില്ല. കാരണം സഹതാപം എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് ഒരു എന്താ ഞാനൊരു ഒരു അപകർഷതാ ബോധം ഉണ്ടാക്കുന്ന ഒരു ഫീലിംഗ് ആണ് സഹതാപം. അത് പാടില്ല. നമുക്ക് വേണ്ടത് അനുതാപമാണ്. അനുതാപം എന്ന് വെച്ചാൽ എന്താണ്? മറ്റൊരാൾ അനുഭവിക്കുന്ന സങ്കടം നമ്മൾ അനുഭവിച്ചുകൊണ്ട് അയാളോടുള്ള നമ്മുടെ സ്നേഹപ്രകടനമാണ് കാരുണ്യം. ആ കരുണ നമ്മൾക്കുണ്ടോ എന്ന് നോക്കണം. അതായത് ഇപ്പോ ഒരു അന്ധനായ ഒരാളെ കണ്ടാൽ ഞാൻ പറയുമായിരുന്നു, അന്ധവിദ്യാലയത്തിൽ ഞാൻ പൊക്കോണ്ടിരുന്നപ്പം എൻ്റെ ബാലവികാസ് സ്റ്റുഡൻസിനോടൊക്കെ പറയുമായിരുന്നു, നിങ്ങളൊരു 10 മിനിറ്റ് കണ്ണടച്ച് വീട്ടിനകത്തൊന്ന് നടന്നു നോക്കൂ, അല്ലെങ്കിൽ 10 മിനിറ്റ് കണ്ണടച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഭഗവാൻ എത്ര വലിയ അനുഗ്രഹമാണ് കണ്ണിലൂടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എന്ന് മനസ്സിലാവും എന്ന് പറയാറുണ്ട്. അതായത് അവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നമ്മൾ അവരോട് കാണിക്കുന്ന സ്നേഹത്തിനാണ് കാരുണ്യം അല്ലെങ്കിൽ അനുതാപം എന്ന് പറയുന്നത്. നമ്മൾ അത് പരിപോഷിപ്പിക്കണം. മൂന്നാമത്തെ എന്താണ്? മുദിത. മുദിത എന്ന് വെച്ചാൽ എന്താണ്? ആനന്ദം. അതായത് ഭഗവാൻ പറയുന്നത് മനുഷ്യജന്മം വളരെ അപൂർവമായി ലഭിക്കുന്ന ഒരു ഭാഗ്യമാണ്. മനുഷ്യന്റെ രൂപത്തിലാണ് ഭഗവാൻ ജനിക്കുന്നത്. അവതാരമാകുമ്പോൾ ഭഗവാൻ അവതാരം എടുക്കുന്ന എല്ലാം മനുഷ്യരൂപത്തിലാണ്. അപ്പോ മനുഷ്യന്റെ ഉള്ളിൽ ഭഗവാന്റെ തന്നെ ആനന്ദം നിറച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരാളെ കണ്ടാലുടൻ ആരോടെങ്കിലും നമ്മൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ, നിങ്ങൾക്ക് അസുഖമാണല്ലേ എന്ന് നമ്മൾ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? നമ്മൾ എന്താ ചോദിക്കുക? നിങ്ങൾക്ക് സുഖമല്ലേ എന്ന്. അതായത് സുഖമാണ് നമ്മളുടെ ഭാവം, ആനന്ദമാണ്, നിങ്ങൾക്ക് സന്തോഷമല്ലേ, സന്തോഷമാണ് നമ്മളുടെ ഭാവം. അതിനെതിരായിട്ട് എന്തെങ്കിലും വരുമ്പോഴാണ് നമുക്ക് പ്രശ്നം ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ആ ആനന്ദം നിങ്ങൾക്ക് എങ്ങനെ പ്രകാശിപ്പിക്കാം? ഒരു ചെറിയ പുഞ്ചിരിയിലൂടെ എപ്പോഴും മുഖം പ്രസന്നമാക്കി വെക്കുക. മുഖത്തൊരുമാതിരി ഇഞ്ചി കടിച്ച മാതിരി ഇരിക്കാതെ എപ്പോഴും മുഖം പ്രസന്നമാക്കി വെക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങളെപ്പറ്റി ഭയം തോന്നില്ല. ഈ മുഖം ഇഞ്ചി കുടിച്ച മാതിരി ഇരിക്കുന്ന ആൾക്കാരെ കണ്ടാൽ നമുക്ക് അവരോട് എന്തെങ്കിലും ചോദിക്കാൻ തോന്നുമോ? നമുക്കൊരു ഭയം തോന്നും, അവരെ മാറ്റി നിർത്തും നമ്മളല്ലേ. അതേ സമയത്ത് പ്രസന്നമായ മുഖത്തോടുകൂടി ഒരാൾ വരുമ്പോൾ, ഒരു പുഞ്ചിരിയോടുകൂടി ഒരാൾ വരുമ്പോൾ നമുക്ക് അവരോട് എന്തും ചോദിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടാവും. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, ഒരു പുഞ്ചിരിക്ക് എന്ത് വിലയുണ്ട്, എത്ര വലിയ അമൂല്യമായ കാര്യമാണ്. പക്ഷെ അത് കൊടുക്കാൻ നിങ്ങൾക്ക് ഒരു ചെലവുമില്ലല്ലോ. അതുകൊണ്ട് സദാ ആരെങ്കിലും കാണുമ്പോൾ പുഞ്ചിരിക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെയും നമ്മൾ വിവേചനം കാണിക്കണം. എല്ലാവരോടും അല്ല പുഞ്ചിരിക്കേണ്ടത്. നമ്മൾ ആ വിവേചനം എന്നുള്ള നമുക്ക് തന്നിരിക്കുന്ന വലിയ ശക്തി അത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് വേണം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സ്റ്റെപ്പും ഓരോ ചുവടും നമ്മൾ വെക്കുവാനായിട്ട്. പിന്നെ ഭഗവാൻ പറഞ്ഞു ഉപേക്ഷ എന്ന് വെച്ചാൽ എന്താ? എല്ലാം ഉപേക്ഷിക്കാന്നല്ല. ഉപേക്ഷ എന്നാൽ ഡിസിൻഡറസ്റ്റ്. അതായത് ആരുടെ കാര്യത്തിലും ഒരു കാര്യത്തിലും ആവശ്യമില്ലാത്ത ഇടപെടൽ ചെയ്യാതിരിക്കുക. ആരുടെ കാര്യത്തിലും അനാവശ്യമായിട്ടുള്ള ഉത്സാഹം, അതറിയുവാനുള്ള മോഹം, അത് കേൾക്കുവാനുള്ള താല്പര്യം ഇത് ഇല്ലാതെ ഡിസിൻഡറസ്റ്റ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല, അതിനെ മാറ്റി നിർത്തുക. അതിനാണ് ഉപേക്ഷ എന്ന് പറയുന്നത്. ഭഗവാൻ പറഞ്ഞു മൈത്രി, കരുണ, മുദിത ആൻഡ് ഉപേക്ഷ. ഈ 4 സ്വഭാവങ്ങളിൽ നിങ്ങൾക്ക് തരുന്ന ടെസ്റ്റ് നിങ്ങൾ പാസ്സാവുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രസാദ നിലയത്തിൽ സന്തോഷമായിട്ട് ജീവിക്കാം എന്ന് സ്വാമി പറഞ്ഞു. അത് സമയമായി, അതുകൊണ്ട് സായി ഉപമ വായിക്കാം. ഇന്നു മുതൽ ഭക്ഷണത്തിൽ, സംഭാഷണത്തിൽ, ആഗ്രഹങ്ങളിൽ, പരിശ്രമങ്ങളിൽ എല്ലാം മിതത്വം പാലിക്കുക. സത്യസന്ധമായ മാർഗത്തിലൂടെ നേടാവുന്നത് എത്ര തുച്ഛമാണെങ്കിലും അതുകൊണ്ട് സംതൃപ്തനാവുക. ഈ സംതൃപ്തി, മറ്റുള്ളവർക്ക് സേവനം നൽകുന്നതിനുള്ള ഔത്സുക്യം, എല്ലാവർക്കും ആനന്ദം നൽകുവാനുള്ള കഴിവ്, ഇവയാണ് ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും വീര്യമേറിയ ഔഷധങ്ങൾ. ഇവയാണ് സനാതന ആയുർവേദം നമ്മളെ ഉപദേശിക്കുന്നത്. പൂർണ്ണ ജീവിതത്തിന് വേദം നിർദ്ദേശിക്കുന്ന ഔഷധങ്ങളാണ് സേവനം, അതുപോലെ തന്നെ സംതൃപ്തി, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് സന്തോഷം നൽകുവാനുള്ള കഴിവ്. ജയ സായിരാം.
സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ജയ് സായിരാം.